കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചേർത്തലയിൽ വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥികളടക്കം 25ഓളം പേർക്ക് പരിക്ക്. ചേർത്തല വയലാർ കൊല്ലപ്പള്ളിയിലാണ് അപകടം. ആരുടെയും നില ഗുരുതരമല്ല. പ്രസിദ്ധമായ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ഡിസംബർ 19 കൊടികയറും. വ്യാഴാഴ്ച വൈകുന്നേരം 7-നും 7:30-നും മധ്യയാണ് കൊടിയേറ്റ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. മദ്യപാനാസക്തി ഗാർഹിക അന്തരീക്ഷത്തെ സങ്കീർണമാക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കുടുംബങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നുവെന്നും സതീദേവി. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം പുന്നപ്രയിൽ സമാപിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് ക്ഷീരസംഗമം ഒരുക്കിയത്. എച്ച് സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർത്തല തുറവൂരിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. പുത്തൻചന്ത കേന്ദ്രീകരിച്ച് അടിപ്പാത വേണമെന്നാണ് ആവശ്യം അംഗീകരിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ചേർത്തലയിൽ വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥികളടക്കം 25ഓളം പേർക്ക് പരിക്ക്. ചേർത്തല വയലാർ കൊല്ലപ്പള്ളിയിലാണ് അപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 25ഓളം പേർക്ക് പരിക്കേറ്റവരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. എറണാകുളത്ത് നിന്നും ചേർത്തലയ്ക്ക് വരികയായിരുന്ന ആശീർവാദ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. വടക്ക് നിന്നും തെക്കോട്ട് വരികയായിരുന്നു പ്രൈവറ്റ് ബസ്. അപ്പോൾ ഈ സ്കൂൾ കുട്ടികളും ഇതൊക്കെ വൈകുന്നേരം ടൈമായതുകൊണ്ടാണ് കുട്ടികളായിരുന്നു കൂടുതൽ. അങ്ങനെ ചിലരെയൊക്കെ പല്ലു പോയിട്ടുണ്ട്. ഞാനിത് ഇതിൻ്റെ വീടെ വന്നിട്ട് ഇതിൻ്റെ ഇത്രയും സൈഡിൽ ഒതുക്കിയിട്ട് വെച്ചതാ. 3 അടിയോളം വണ്ടി മുന്നോട്ട് പോവുകയും ചെയ്ത്. 1 അടിയുടെ സ്പീഡും ഉണ്ട്. ഒരു ചെറുങ്ങനെ മുട്ടിയതാണെങ്കിൽ അതിൻ്റെ സാറില്ല, ഓവർ സ്പീഡായിട്ട് വന്നതാണ്. ഓൻ ഈ നേരിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് കാണുന്നില്ല എനിക്കറിയില്ല. ഈ ഇട്ടത്ത് വെച്ചാൽ ശരി. ബസിൻ്റെ മുൻഭാഗത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. 25ഓളം പേരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കാര്യമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഒരാളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. എന്നാൽ ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവം അറിഞ്ഞ് മന്ത്രി പി പ്രസാദ്, മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, ADM ആശ C എബ്രഹാം, തഹസിൽദാർ KR മനോജ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, രാഷ്ട്രീയ നേതാക്കളായ B വിനോദ്, MC സിദ്ധാർത്ഥൻ, KC ആന്റണി തുടങ്ങിയവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധമായ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടികയറും. വൈകിട്ട് 7-നും 7:30-നും മധ്യേ ബ്രഹ്മശ്രീ പുതുമനയില്ലത്ത് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 2024 മണ്ഡല മഹോത്സവം കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 19-ാം തീയതി കൊടിയേറി 26-ാം തീയതി ആറാട്ടോട് സമാപിക്കും. ഈ പരിപാടിയിലേക്ക് ജാതിമതഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 19-ാം തീയതി വൈകുന്നേരം 7:30-നുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി മുഖ്യൻ പുതുമനയില്ലത്തെ ദാമോദരൻ നമ്പിയുടെ മുഖ്യകാർത്തുമത്തിൽ നടത്തപ്പെടുന്നു. തുടർന്നുള്ള 8 ദിവസത്തിലെ പല കലാപരിപാടികൾ, വൻപിച്ച കലാപരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ഡിസംബർ 19 കൊടിയേറും. വ്യാഴാഴ്ച വൈകുന്നേരം 7-നും 7:30-നും മധ്യേ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുമനയില്ലത്ത S ദാമോദരൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. കൊടിയേറ്റ് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഉച്ചയ്ക്ക് കൊടിയേറ്റ് സദ്യയും നടക്കും. വൈകിട്ട് 7:30-ന് സംഗീത സംഗമം, 9-ന് വിളക്കിനെഴുന്നള്ളിപ്പ്, ഡിസംബർ 26-ന് ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ഡിസംബർ 20-ന് രാവിലെ 9-ന് ദേവി മഹാത്മ്യ സ്തുതിഗീതങ്ങൾ, 10-ന് ആര്യാട് S വല്ലോദാസ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, വൈകിട്ട് 5-ന് തിരുവാതിര, കൈകൊട്ടിക്കളി, 6:30-ന് കിഴക്കേനട താലപ്പൊലി, 6:30-ന് ചേർത്തല രാഗസുധ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള, 8 മണി മുതൽ നാട്യക്ഷേത്ര ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന നൃത്തവസന്തം, ഡിസംബർ 21-ന് വൈകിട്ട് 7:30-ന് കൊല്ലം ആവിഷ്കാരിയുടെ നാടകം സൈക്കിൾ, തുടർന്ന് വിവിധ കലാകായിക പരിപാടികളും നടക്കും. ഡിസംബർ 26-ന് രാവിലെ 9-ന് നാരായണീയ പാരായണം, 10-ന് സ്പെഷ്യൽ നാദസ്വരം, 12-ന് ആറാട്ട സദ്യ,
വൈകിട്ട് 4 ആറാട്ടുപുറപ്പാട, 4:30 മണ്ണഞ്ചേരി ദാസ് അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, സ്പെഷ്യൽ നാദസ്വര കച്ചേരി, നാദസ്വര തരംഗിണി, നൃത്തോത്സവം, രാത്രി 11:30 കൊടിയിറക്ക് എന്നിവയും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് KS ഷാജി കളരിക്കൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ R അനിൽകുമാർ, ജനറൽ കൺവീനർ വിനോദ്, വൈസ് പ്രസിഡന്റ് G മോഹൻദാസ്, C രാധാകൃഷ്ണൻ എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. വർദ്ധിച്ചു വരുന്ന മദ്യപാന ആസക്തി ഗാർഹിക അന്തരീക്ഷത്തെ സങ്കീർണമാക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന കലഹം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ വ്യക്തിജീവിതത്തെയും ബാധിക്കുന്നുവെന്നും P സതീദേവി ആലപ്പുഴയിൽ പറഞ്ഞു. വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനവും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. മദ്യപാന ആസക്തിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗാർഹിക ചുറ്റുപാടുകളെ വലിയ വിധത്തിൽ സങ്കീർണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷത്തിൽ അത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ, കുട്ടികളുടെ പഠനത്തെ തന്നെ വളരെ ദോഷകരമായിട്ടുള്ള രൂപത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുള്ള കേസുകളിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. മദ്യാസക്തി മൂലം കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ച സാഹചര്യമുണ്ടെന്ന കമ്മീഷന് ലഭിക്കുന്ന പരാതികളിൽ നിന്നും വ്യക്തമാണെന്നും കുട്ടികളെ വരെ അത് ബാധിക്കുന്നതായും ലഭിച്ച പരാതികളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലായെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂട്ടിച്ചേർത്തു. വനിതാ കമ്മീഷന് ലഭിക്കുന്ന പരാതികളിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ സമയബന്ധിതമായി മറുപടി ലഭിക്കാത്ത സ്ഥിതിയാണെന്നും അധ്യക്ഷ P സതീദേവി പറഞ്ഞു. പല കേസുകളിലും പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സമയബന്ധിതമായി ഇടപെടുന്നില്ല എന്നുള്ള ആവലാതികളും കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുള്ള സ്ത്രീകൾ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകളുടെ പരാതികൾ കൈകാര്യം ചെയ്യാൻ പോലീസ് നല്ല ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളായാലും ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളിലായി കഴിഞ്ഞാലും പരാതിയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ പോലീസ് ജാഗ്രതയോടുകൂടിയിട്ട് ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യവും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. വാർഡ് തല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ജില്ലയിൽ കാര്യക്ഷമമാക്കിയാൽ ഗ്രാമപ്രദേശങ്ങളിൽ സൗഹൃദാന്തരീക്ഷം നിലനിർത്താൻ കഴിയുമെന്നും കമ്മീഷൻ പറഞ്ഞു. ജാഗ്രതാ സമിതികൾ പ്രവർത്തനക്ഷമമാണെങ്കിൽ തീർച്ചയായും സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനുള്ള ജാഗ്രതാ സമിതികൾ പുലർത്തണം എന്നുള്ളതാണ് കമ്മീഷന് അഭിപ്രായപ്പെടാനുള്ളത്. ജില്ലാതല അദാലത്തിൽ പരിഗണിച്ച 62 പരാതികളിൽ 15 തീർപ്പാക്കി. 10 കേസുകളിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി. 3 കേസുകൾ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും 2 കേസുകൾ ജാഗ്രതാ സമിതിയുടെയും പരിഗണനയ്ക്ക് അയച്ചു. അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി 32 കേസുകൾ മാറ്റിയിട്ടുണ്ട്. 62 പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 15 പരാതികൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. 10 പരാതികളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 കേസുകളിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം ഒരുക്കിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 പരാതികളിൽ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുതായി 4 പരാതികൾ ലഭിച്ചു. കമ്മീഷനംഗം VR മഹിളാമണി, പാനൽ അഭിഭാഷകരായ ജീനു എബ്രഹാം, രേഷ്മ ദിലീപ് തുടങ്ങിയവർ കമ്മീഷനെ സഹായിക്കുവാനും ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. പുന്നപ്പറയിൽ 2 ദിവസങ്ങളായിട്ടാണ് സംഗമം സംഘടിപ്പിച്ചത്. H സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളായി പുന്നപ്പുറ ഗ്രിഗോറിയൽ കൺവെൻഷൻ സെന്ററിൽ നടന്നുവന്ന ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. തത്സമയ ക്ഷീരോത്പാദന നിർമ്മാണ പരിശീലനം, ക്ഷീരവികസന സെമിനാർ, മികച്ച ക്ഷീരകർഷകർക്ക് ആദരവ്, ക്ഷീരകർഷക മുഖാമുഖം പരിപാടി, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംഘങ്ങൾക്കുള്ള ആദരവ്, വിവിധ ധനസഹായ വിതരണം, കലാസന്ധ്യ, ക്ഷീരസന്ധ്യ, ജീവനക്കാർക്കുള്ള ശില്പശാല എന്നിവയോടെയാണ് സംഗമം നടന്നത്. സമാപന സമ്മേളനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. അത് ഉത്പാദനത്തിന്റെ ഒരു കണക്കും അതിന്റെ മധ്യവുമൊക്കെ കൃത്യമായിട്ട് നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കണക്കാണ്, ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അളവിലെത്തിയത് മാത്രമല്ല ഗുണനിലവാരത്തിൽ കൂടി എത്തുകയാണ്. സൊസൈറ്റിയിലേക്ക് കൊണ്ടിരുന്ന പാൽ മായം ചേരാത്ത പാലാണ്. സൊസൈറ്റിയിൽ മിൽമയിലേക്ക് എത്തിക്കുന്ന പാൽ മായം ചേരാത്ത പാലാണ്. അത് വ്യവസായത്തിന്റെ ഭാഗമായി അത് മിൽമ പാക്കറ്റിലാക്കി എത്തിക്കുന്ന പാൽ മായം ചേരാത്ത പാലാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് മായം ചേരാത്ത അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ എന്തെങ്കിലും ചേർന്നിട്ടില്ലാത്ത ശുദ്ധമായ പാൽ എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം.
വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും പ്രശ്നോത്തരിയും മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും HSLM MLA വിതരണം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈസ് അധ്യക്ഷനായി. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ വി ഷരീഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ PV ലതീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ M ഷീജ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ NK ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ V ധ്യാനസുധൻ, G സുധീഷ് ബാബു, B ആശ, P സിനിമോൾ, രശ്മി സാമുവൽ, SS ശിവപ്രസാദ്, S അഖിൽ പ്രസാദ്, K ഇന്ദിര, PP സുനിത എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ P രമ്യ സ്വാഗതം പറഞ്ഞു. ടൈനൂസ് ആലപ്പുഴ. കുട്ടനാട്ടിൽ ചാരായവേട്ട. ആളൊഴിഞ്ഞ പൊന്തക്കാട്ടിൽ സൂക്ഷിച്ചിരുന്ന 225 ലിറ്റർ കോട എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പരിശോധന തുടരുമെന്ന എക്സൈസ് സംഘത്തിന്റെ മുന്നറിയിപ്പ്. കുട്ടനാട് താലൂക്കിൽ നെടുമുടി വില്ലേജിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന പുരയിടത്തിന്റെ പൊന്തക്കാടിനുള്ളിൽ ഒളിപ്പിച്ച കോടയാണ് പിടിച്ചെടുത്തത്. ചാരായം മാറ്റുവാൻ പാകപ്പെടുത്തിയ 225 ലിറ്റർ കോട കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കന്നാസുകളിലും ജാറുകളിലുമായാണ് കോട സൂക്ഷിച്ചിരുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. എക്സൈസ് ഇൻസ്പെക്ടർ KR അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ PT ഷാജി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീകുമാർ EB, അനീഷ് PK, അരുണസ്, ഷഫീഖ് KS, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിത NS, പ്രിവന്റീവ് ഓഫീസർ ഡ്രൈവർ സന്തോഷ് SN എന്നിവരാണ് കോട പിടിച്ചെടുത്തത്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല തുറവൂരിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പുത്തൻചന്ത കേന്ദ്രമാക്കി അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് മുന്നറിയിപ്പ്. തുറവൂർ പുത്തൻചന്തയിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വൻപിച്ച പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരുന്നത്. പുത്തൻചന്ത നിവാസികളുടെ തുറവൂർ പഞ്ചായത്തിനെ 2 ഭാഗങ്ങളായി തിരിക്കുന്ന തരത്തിൽ ക്രോസിംഗ് ഇല്ലാത്ത വിധമാണ് നാഷണൽ ഹൈവേ 66ന്റെ നിർമ്മാണം. ഇരുവശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളിൽ എത്താൻ 4 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടാണ്. തുറവൂർ ഗ്രാമപഞ്ചായത്തിന് പടിഞ്ഞാറ് പുത്തൻകാവ് മനക്കോളം ഭാഗങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ കിലോമീറ്റർ സഞ്ചരിച്ച് തുറവൂർ ജംഗ്ഷനിലെത്തി തിരിച്ചു വരേണ്ട സാഹചര്യമാണ്. തുറവൂർ LP സ്കൂൾ, സ്വകാര്യ ITC, കൃഷിഭവൻ, റേഷൻ കടകൾ, ഇരുവശങ്ങളുമായി ഉള്ള ആരാധനാലയങ്ങൾ എല്ലാം ഒറ്റപ്പെടുന്നു. പരിഹാരമായി പുത്തൻചന്ത കേന്ദ്രീകരിച്ച് അടിപ്പാത വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അടിപ്പാത വേണമെന്ന ആവശ്യത്തിനായി തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതിക്ക് രൂപം കൊടുത്തു. അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം കേന്ദ്ര സംസ്ഥാന അധികാരികളെ രേഖാമൂലം പഞ്ചായത്ത് അറിയിച്ചു. പദ്ധതി അനുവദിക്കുന്നതുവരെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. രംഗത്ത് തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും അതോടൊപ്പം നാനാജാതി മതസ്ഥരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഉണ്ടാകുമെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരത്തിലുള്ള ഒരു പൊതുവായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ സമരത്തിന് തുടക്കം കുറിച്ചത്. നമ്മൾ തുടക്കം മുതൽ പല സ്ഥലത്തും നമ്മൾ ഇതിനു വേണ്ടി കയറി ഇറങ്ങിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ നമ്മളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തിയത്. വികസനത്തിന് നമ്മൾ എതിരല്ല, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ അവസരത്തിൽ. വികസനത്തിന് ഒരു കാരണവശാലും വികസനത്തിന് നമ്മൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് നാട്ടുകാർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് തുറവൂരിലെത്തി യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശ് അധ്യക്ഷത വഹിച്ച യോഗം തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സമരം അത് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരമായി തന്നെയാണ് നാം ഓരോരുത്തരും കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഇന്നലെ പ്രത്യേകമായ അജണ്ട ചെയ്യുകയും അജണ്ടയിൽ നമ്മൾ ഐകകണ്ഠേന തീരുമാനിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ കേസ് ഫയൽ ചെയ്യുവാൻ, ഇനി അതിക്കും മേലെയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുവാനായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠേന തീരുമാനിച്ചു. നമ്മൾ കക്ഷി ചേർന്നുകൊണ്ട് തന്നെ ആർക്ക് വേണേലും പഞ്ചായത്ത് കൊടുക്കുന്ന കേസിൽ കക്ഷി ചേർന്ന് നാം ഈ കേസ് കൊടുക്കുന്നത് നമ്മൾക്ക് ഈ അടിപ്പാത നിർമ്മിക്കുക എന്നുള്ള വലിയ മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ എല്ലാ നാട്ടുകാരും നന്നായി സഹകരിക്കുമെന്നും അതിലൂടെ നമ്മുടെ അവകാശങ്ങൾ പോരാടി നേടുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കാണ് നാം കടക്കുന്നത്. വൈസ് പ്രസിഡന്റ് CO ജോർജ്, ഭാരതവിലാസം SNDP സെക്രട്ടറി റെജി, ബ്ലോക്ക് അംഗം അനീഷ്, പുത്തങ്കാവ് ദേവസ്വം പ്രസിഡന്റ് തുറവൂർ ദേവരാജ്, BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സന്തോഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം സുരേഷ്, CPI LC സെക്രട്ടറി അജയൻ, തുറവൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അനിത സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാടിന്റെ ഒരു പൊതുവികാരം തന്നെയാണ് ഇവിടെ പ്രതിഫലിച്ചത്. കാര്യം തുറവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളുണ്ട്. ഈ 18 വാർഡുകളും അടങ്ങുന്ന വാർഡ് അംഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാനൊരു സംവിധാനം തുറവൂർ പഞ്ചായത്തിലില്ല. ഒരു ക്രോസിംഗ് ഉള്ളത് തുറവൂർ കവലയിലാണ്. ആ തുറവൂർ കവല എന്ന് പറഞ്ഞാൽ കുത്തിത്തോട് പഞ്ചായത്താണ്. പിന്നീടുള്ളത് പത്മാക്ഷി കവലയാണ്.
അത് പട്ടണക്കാട് പഞ്ചായത്ത്. ഇതിനിടയിലുള്ള തുറവൂർ പഞ്ചായത്തിനെ പാടെ അവഗണിച്ചിട്ടുള്ള വികസന പ്രവർത്തനം. വികസനത്തിന് നമ്മൾ ഒരിക്കലും എതിരില്ല, പക്ഷേ തുറവൂർ പഞ്ചായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന ഒരു സംവിധാനമില്ല. അപ്പോൾ തുറവൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഒരു അടിപ്പാത വേണമെന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണമായ ഒരു ആവശ്യം. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CI2ന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CI2 വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. ശമ്പള പരിഷ്കരണത്തിന്റെ അപാകതകൾ പരിഹരിച്ച അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, PF ആനുകൂല്യം മുഴുവൻ ജീവനക്കാർക്കും ലഭ്യമാക്കുക, ദിവസവേതനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക, സമഗ്രമായ HR നയം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം CI2 ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒരു സൂചന പണിമുടക്ക് സമരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി ഫെഡറേഷൻ ഈ തരത്തിലേക്ക് ഇന്ന് നിശ്ചയമായിട്ടും വന്നിട്ടുള്ളത്. ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളോ ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പൊതുവെ ഞങ്ങളെല്ലാം പുറമേ നിന്ന് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ആ ജോലി ഭാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ അധ്വാനം ചെലവഴിക്കുന്ന അനുസരിച്ച് അതിൻ്റെ വേതനം നൽകുക എന്ന ഒരു സാമാന്യമായിട്ടുള്ളൊരു മര്യാദയാണ്. അത് പലപ്പോഴും അങ്ങനെ പൂർണ്ണമായി വന്നു ചേർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മുൻപ് ഡിമാൻഡ് വയ്ക്കപ്പെടുകയും ശമ്പള പരിഷ്കരണത്തിലേക്ക് ഈ മേഖലയിലെ ജീവനക്കാരുടെ കാര്യം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടത്. അതെല്ലാം മുൻ ചർച്ചയുടെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. NHM എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വീണ വർഗീസ് അധ്യക്ഷയായി. KGOA ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C. സിലീഷ്, പ്രസിഡന്റ് L. മായ, CI2 ആലപ്പുഴ നോർത്ത് ഏരിയ സെക്രട്ടറി KJ പ്രവീൺ, 108 ആംബുലൻസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജീസ്, NHM എംപ്ലോയീസ് യൂണിയൻ ട്രഷറർ S. അനൂപ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി PR സന്തോഷ് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. പത്തിയൂർ പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായിട്ടാണ് കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരളോത്സവം 2024 തുടക്കമായി. 18-19 തീയതികളിലായാണ് കേരളോത്സവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തിയൂർ ആത്മീയ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ പലപ്പോഴും മനുഷ്യർ ടെൻഷൻ ജീവികളായി കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബങ്ങളിൽ ആൾക്കാർ അംഗസംഖ്യ കുറവാണെങ്കിലും ജീവിതത്തിൻ്റെ സ്റ്റൈല് മാറിയത് അല്ലെങ്കിൽ ജീവിത ശൈലിയിലുള്ള മാറ്റം പല കുടുംബങ്ങളുടെയും ആത്മസംഘർഷങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് അറുതി വന്നെങ്കിൽ മാത്രമേ ഒരു ആരോഗ്യമുള്ള സാമൂഹ്യ വ്യവസ്ഥയെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഈ സാംസ്കാരിക പരിപാടികൾക്ക് കലയ്ക്ക് വലിയ പങ്കാണുള്ളത്, കായിക രംഗത്തിന് വലിയ പങ്കാണുള്ളത്. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച്, പുതിയ തലമുറയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ, ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു തലമുറ, ആ തലമുറയെ അതിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ചാലകശക്തി സ്പോർട്സ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീദേവി ടീച്ചർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയപ്രകാശ്, ലീല ഗോകുൽ, സിന്ധു മധുകുമാർ, CDS ചെയർപേഴ്സൺ മണിയമ്മ, കില ജില്ലാ ഫാക്കൽറ്റി CK ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി S. സിന്ധു കൃതജ്ഞത രേഖപ്പെടുത്തി. പത്തിയാത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ കായിക മത്സരവും PH സെന്റർ ഹാളിൽ നടന്ന കലാമത്സരത്തിലും നിരവധി പേർ പങ്കെടുത്തു. വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്യും. ടൈം ന്യൂസ് ആലപ്പുഴ. BDJS സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ചേർത്തല ഓഫീസ് ഡിസംബർ 20-ന് പ്രവർത്തനം ആരംഭിക്കും. ചേർത്തല ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതികൾ എങ്ങനെ താഴെത്തട്ടിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന രൂപത്തിലേക്ക് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത്തരം സൊസൈറ്റികൾ ആരംഭിച്ചുകൊണ്ട് ഈ പദ്ധതികൾ താഴത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് നമ്മൾ സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ചേർത്തല മണ്ഡലത്തിൽ തന്നെ 2 സൊസൈറ്റികൾ ഇതിനകം രൂപീകൃതമായി. അതിൽ ഒന്നാണ് ഇപ്പോൾ 20-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ
പ്രസിഡൻ്റായിട്ട് ശ്രീ പ്രകാശൻ കളപ്പുരയ്ക്കലും സെക്രട്ടറിയായിട്ട് സുദേവനുമാണ് വന്നിട്ടുള്ളത്. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ 242 മുകളിൽ യൂണിറ്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ് ശ്രീ വിനോദ് കോയിക്കൽ. ചേർത്തലയിൽ ആരംഭിക്കുന്ന സൊസൈറ്റിയിൽ കാർഷികമായി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കാർഷിക പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് ഓൺലൈൻ രജിസ്ട്രേഷനുകളാണ് ഇത്രയും നടക്കുന്നതെന്നുള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടും ആ രജിസ്ട്രേഷൻ പൂർണ്ണമായി നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ താഴെത്തട്ടിലെത്തി രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനവും സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്, ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയറും വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കുട്ടികളെ സഹായിക്കുന്നതിനുള്ള പദ്ധതികളും, അതോടൊപ്പം ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഈ സൊസൈറ്റിയുടെ കീഴിൽ 20 പേരടങ്ങുന്ന JLG ഗ്രൂപ്പും SHG ഗ്രൂപ്പും ഒക്കെ രൂപീകരിച്ചുകൊണ്ടുള്ള പദ്ധതിക്കാൻ രൂപം കൊടുക്കുന്നത്. അപ്പോൾ താഴെ തട്ടിൽ പഞ്ചായത്ത് ഗ്രാമീണ തലത്തിലേക്ക് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ സംഘങ്ങളാക്കിക്കൊണ്ട് മൈക്രോ യൂണിറ്റുകൾ എന്ന രൂപത്തിലേക്ക് തന്നെ മാറുന്നൊരു സംവിധാനമാണ് ഒരുക്കുന്നത്. ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ ബഹുമാന്യായ പ്രീതി നടേശനാണ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പൂർണ്ണമായ നിയന്ത്രണവും പ്രീതി നടേശൻ്റെ നിയന്ത്രണത്തിലാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ അതിൻ്റെ രക്ഷാധികാരി എന്ന രൂപത്തിലേക്ക് തന്നെ സൊസൈറ്റിയുടെ മുഴുവൻ നമ്മുടെ ചേർത്തല മണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ആലപ്പുഴ നടക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും പൂർണ്ണമായ അതിൻ്റെ ചുമതലയും മേൽനോട്ടവും പ്രീതി നടേശൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സൊസൈറ്റിക്കുണ്ട്. കിസാൻ സർവീസ് സൊസൈറ്റി ചേർത്തല മണ്ഡലം ഉദ്ഘാടനം ഡിസംബർ 20 നടക്കും. BDJ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും രൂപീകരിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റികളുടെ ചേർത്തല നിയോജക മണ്ഡലം ഉദ്ഘാടനം ഡിസംബർ 20 ചേർത്തല ലയൺസ് ഹാളിൽ രാവിലെ 10 നടക്കും. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാർഷികവും ചെറുകിട സംരംഭവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ പദ്ധതികളോടൊപ്പം പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളുമാണ് സൊസൈറ്റിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ. ഒപ്പം കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രാവിലെ 10 നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ പഠന ക്ലാസും കലാ സാംസ്കാരിക പരിപാടികളും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനങ്ങളും ഉണ്ടാകും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും നൽകുന്നു. പ്രസിഡന്റ് പ്രകാശൻ കളപ്പുരയ്ക്കൽ, സെക്രട്ടറി സുദേവൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിനോദ് കോയിക്കൽ, രക്ഷാധികാരി അഡ്വക്കേറ്റ് PS ജ്യോതിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനോസ് ചേർത്തല. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് CBSE സ്കൂളുകൾക്കുള്ള പുരസ്കാരം. വ്യാഴാഴ്ച നടക്കുന്ന അനുമോദന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000-ഓളം വരുന്ന സ്കൂളുകളെ പിന്തള്ളിക്കൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലെ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ കീഴിലുള്ള CBSEയുടെ ഈ അംഗീകാരം, CBSEക്ക് ഈ അംഗീകാരം ലഭിച്ചു. FAP ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ഇൻ്റർനാഷണൽ അതിൻ്റെ 2024 ഏറ്റവും നല്ല സ്കൂളിനുള്ള അവാർഡാണ് നമുക്ക് ലഭിച്ചത്. ഈ വരുന്ന ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന പൊതുസമ്മേളനവും അനുമോദന യോഗവും നമ്മുടെ ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീ പ്രീതി നടേശനും നമ്മളുടെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ G സുധാകരനും CPM ജില്ലാ സെക്രട്ടറി ശ്രീ R നാസർ അടങ്ങുന്ന പൊതുസമൂഹത്തിൽ വിരചിക്കുന്ന പൊതുപ്രവർത്തകരടക്കം ഒരു വൻ ജനാവലി പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനം വിജയിപ്പിക്കുന്നതിന് 2 അവാർഡുകളാണ് സമ്മാനിച്ചിരിക്കുന്നത് ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്. സംസ്ഥാന തലത്തിൽ നടത്തിയ ഒരു മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 അവാർഡുകൾ, ഒന്ന് അക്കാഡമിക് എക്സലൻസ് ആണ് ആദ്യത്തെ അവാർഡ്. അത് അധ്യയന നിലവാരത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്കാണ് ആദ്യത്തെ അവാർഡ്. അത് ഞങ്ങളുടെ അധ്യയന നിലവാരം അവരുടെ പ്രത്യേക സമിതികൾ വന്ന് പലപ്പോഴായിട്ട് പരിശോധിക്കുകയും അതിൻ്റെ നിലവാരം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് തന്നിട്ടുള്ളത്. ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ആൻഡ് അസോസിയേഷൻസ് എന്ന ദേശീയ സംഘടന സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ മികച്ച CBSE സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ അധികൃതരെ അനുമോദിക്കുന്ന ചടങ്ങ് വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 നടക്കുന്ന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപം പകരും. CPIM ജില്ലാ സെക്രട്ടറി R നാസർ മുഖ്യപ്രഭാഷണം നടത്തും. മുൻ മന്ത്രി G സുധാകരൻ പ്രബുദ്ധ സന്ദേശവും നൽകുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ P പത്മകുമാർ, പള്ളിയമ്പിൽ ശ്രീകുമാർ, പ്രൊഫസർ TM സുകുമാരബാബു, S നാരായണദാസ്, C ഭദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈനോസ് ആലപ്പുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു.
ചേർത്തല കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. KSSPA ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. മാറ്റിവെക്കപ്പെട്ട വേതനമായ പെൻഷൻ ഭരണഘടനാപരമായ അവകാശമായിരിക്കെ അതിൽ കൈവയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കങ്ങളെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ പോഷക സംഘടനയായ KSSPAയുടെ സമരങ്ങളിലൂടെ നേരിടുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പ്രസ്താവിച്ചു. ഇവിടെ ഒരു പണി ഇനി നടക്കാൻ പോകുന്നില്ല. ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ജനാധിപത്യ ബോധമില്ല. സമരങ്ങൾ കാണുമ്പോൾ നമ്മുടെ നേതാക്കളെ ഞാൻ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. നമ്മുടെ K. കരുണാകരൻ ലീഡർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീമാൻ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സമരങ്ങൾ വരുമ്പോൾ, പ്രതിഷേധങ്ങൾ വരുമ്പോൾ അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കും, അതൊന്ന് ഗ്രഹിക്കും, എന്നിട്ട് സമരങ്ങൾ ചർച്ച നടത്തി പരിഹാരം കാണും. പക്ഷെ ഇവിടെ പരിഹാരമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിസ്മാനേജ്മെന്റ് ആണ്. ഇത്രയും മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നമ്മളുടെ വിഭവങ്ങളൊക്കെ ഇന്ന് കൊള്ളയടിക്കപ്പെടുകയാണ്. വനം മാഫിയ ഇവിടെ നമ്മുടെ വനമുള്ള മേഖലകളിലൊക്കെ നല്ല നല്ല മരം കണ്ടാല് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും പൊതിയോടി നോക്കിക്കൊണ്ടത് രാത്രി കടത്തും. തോട്ടപ്പള്ളി കണ്ടോ? അടുത്ത കാലത്താണെങ്കിലും ഞാൻ പറഞ്ഞു അതിലെ പോകുന്നതിന് ഫോട്ടോ എടുത്ത് വെക്കണം. മുഴുവൻ വാരിക്കൊണ്ട് പോവുക മണല്. തീരദേശത്തെ പ്രശ്നങ്ങൾ വളരെ പ്രസക്തമാണ്. ആ തീരദേശം എന്ന് പറയുന്നത് ഇല്ലാതെയാവുകയാണ്. നമ്മുടെ തീരദേശത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ തീരദേശം. ആ തീരദേശം ഇന്ന് ശോഷിച്ച് തീരശോഷണത്തിന്റെ എല്ലാ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴും ഇന്നും ആ കരിമണൽ വാരിക്കൊണ്ട് പോകുന്ന പ്രവർത്തനങ്ങൾ നിർത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇവർക്കിതെല്ലാം കച്ചവടമാണ്, ഇവർക്കിതെല്ലാം കമ്മീഷനാണ്, ഇവർക്കിതെല്ലാം അഴിമതിയാണ്. അപ്പൊ അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന ഈ ഗവൺമെന്റ്. ദിനാചരണം ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാനിമോൾ. പ്രസിഡന്റ് CM ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TD രാജൻ സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV ഗോപി, ജില്ലാ പ്രസിഡന്റ് B ഹരിഹരൻ നായർ, PO ചാക്കോ, KP ശശാങ്കൻ, ജയമണി ടീച്ചർ, AR പ്രസാദ്, EK കാർത്തികേയൻ, KJ സെലിൻ, ഭീമ ബീഗം, B ഗോപൻ, L പ്രതിഭ, CA ഗ്രേസി എന്നിവർ സംസാരിച്ചു. B വരദരാജൻ കൃതജ്ഞത അർപ്പിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന KV ക്ഷമയ്ക്ക് സ്മരണാഞ്ജലി. KV ക്ഷമ ഓർമ്മയായിട്ട് 12 വർഷം തികയുന്നു. ആർട്ടിസ്റ്റ് N. ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് N. ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ KV ക്ഷമ ഓർമ്മദിനം സംഘടിപ്പിച്ചു. ഡിസംബർ 17 ചൊവ്വാഴ്ച NSS യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് AM ആരിഫ് XMB ഉദ്ഘാടനം ചെയ്തു. പ്രതിബദ്ധത എന്നത് തൻ്റെ പ്രവർത്തന പദത്തിൽ തെളിയിച്ച ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു. സർവീസ് മേഖലയിൽ നമ്മുടെ ഏറ്റവും കരുത്തുറ്റ സർവീസ് സംഘടനയായ NGO യൂണിയൻ്റെ സംസ്ഥാന തലത്തിൽ അതിൻ്റെ അംഗം എന്ന നിലയിൽ, സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ രംഗത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റ് മുമ്പ് സംസാരിച്ചിരുന്നവരെല്ലാം നമ്മുടെ PG ഗോകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കാണും. സാഹിത്യരംഗത്തും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തുമെല്ലാം ക്ഷമ ചേച്ചിയുടെ ഒരു പ്രത്യേക കഴിവ് മികച്ച സംഘാടകയായിരുന്നു. ഒരു വായനക്കാരി എന്ന നിലയിൽ നല്ല പരന്ന വായന ഉണ്ടായിരുന്ന ആളാണ്. ആ വായന പുസ്തകങ്ങളിലെല്ലാം കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുകയും വായിക്കുന്നതോടൊപ്പം തന്നെ ആ വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെല്ലാം പകർന്നു നൽകുന്നതിനും എല്ലാം മനിതര സാധാരണമായ ഒരു വ്യക്തി പ്രഭാവം തന്നെ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം പുരസ്കാര സമർപ്പണവും ആരിഫ് നിർവഹിച്ചു. വനിതാ കമ്മീഷൻ മെമ്പർ VR മഹിളാമണി പുരസ്കാരം സ്വീകരിച്ചു. പ്രൊഫസർ R ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ചേർത്തല അർബൻ സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് NR ബാബുരാജ് ഓർമ്മ പുതുക്കൽ നടത്തി. CPIM ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി B വിനോദ്, രാധികൻ മുതുകുളം സോമനാഥ്, BJP മണ്ഡലം ട്രഷറർ BK നായർ തുടങ്ങിയവർ സംസാരിച്ചു. KS കേന്ദ്രകുമാർ നന്ദിയും ആർട്ടിസ്റ്റ് PG ഗോപകുമാർ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മുട്ടത്തിപ്പറമ്പ് ചാലിൽ പ്രതീക്ഷ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 20 നടക്കും. ഇതോടൊപ്പം 100ഓളം വരുന്ന വയോജനങ്ങളെയും ആദരിക്കും. പ്രദേശ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വലിയൊരു സന്തോഷത്തിൻ്റെ നിറവിലാണ്.
ഈ വർഷം ഡിസംബർ 20-ാം തീയതിയാണ് ഈ വിദ്യാലയത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൻ്റെ പിന്നിൽ വലിയൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞങ്ങളെല്ലാ വർഷവും ഓണം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഗ്രാൻഡ് പേരൻസിനെയും കൂടെ, സെലക്റ്റഡ് കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസിനെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ ഞങ്ങൾ പങ്കിടുന്നത്. ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിൽ ഏകദേശം 54 ഗ്രാൻഡ് പേരൻസാണ് പങ്കെടുക്കുന്നത്. അതിലൊരു പ്രത്യേകത 103 വയസ്സുള്ള ഒരു ഗ്രാൻഡ് മദറും കൂടെ അതിലുണ്ട് എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. കനിവിൻ്റെ കരസ്പർശമുള്ള ആഘോഷ പരിപാടികളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ മുട്ടത്തിപ്പറമ്പ് ചാലിൻ പ്രതീക്ഷാ ഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം 20-ന് നടക്കും. രാവിലെ 9-ന് പ്രിൻസിപ്പൽ സിസ്റ്റർ മിനിമോൾ സെബാസ്റ്റ്യൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കൃപാസനം ആത്മീയ സാംസ്കാരിക കേന്ദ്രം PRO അഡ്വക്കേറ്റ് എഡ്വേർഡ് തുറവൂർ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ കലാപരിപാടികൾ, അനുമോദന സമ്മേളനം എന്നിവയും ഉണ്ടാകും. മുതിർന്നവരെ ആദരിക്കൽ ചടങ്ങാണ് ആഘോഷ പരിപാടികൾ മുഖ്യം. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ രക്ഷകർത്താക്കളും വീട്ടിലെ പ്രായമുള്ളവരുമെല്ലാം ഒന്നിക്കുന്ന വേളയാണിത്. വാർദ്ധക്യത്തിൽ അവഗണനയുടെ കയ്പുനീർ കുടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലാണ് സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ മുതിർന്നവരെ ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത്. ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വീൽ ചെയറിൽ വരെ പ്രായമായവർ എത്തും. 100ഓളം പേർക്കാണ് ഓരോ വർഷവും ആദരവ് നൽകുന്നത്. ആദരവ് നൽകേണ്ടവരെ കുട്ടികളുടെ ഭവനത്തിലെത്തി സ്കൂൾ അധികൃതർ ക്ഷണിക്കും. സന്ദർശന വേളയിൽ സമ്മാനവും നൽകും. ഭവനത്തിലെത്തി കാണുകയും സ്നേഹവായ്പകൾ കൈമാറുകയും ചെയ്യുമ്പോൾ പ്രായാധിക്യത്തിൻ്റെ വിവശത പേറുന്നവർക്കുണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയമാണെന്ന് സ്കൂൾ അധികാരികൾ പറയുന്നു. ബന്ധങ്ങളുടെ ഇഴയടപ്പം, കുടുംബാംഗങ്ങൾക്ക് ഒപ്പമുള്ള ചിത്രം ആലേഖനം ചെയ്ത ഗ്ലാസ് പോലുള്ള സമ്മാനങ്ങളാണ് നൽകുക. ടൈനൂസ് മുഹമ്മദ് ചെറുവാരണം അയ്യപ്പഞ്ചേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ മോനാട്ടുമനയ്ക്കൽ ഗോവിന്ദൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ശബരിമല അയ്യപ്പൻ്റെ പാദസ്പർശത്താൽ പുണ്യം നേടിയ ചെറുവാരണം അയ്യപ്പഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തന്ത്രി മോനാട്ടുമനയ്ക്കൽ ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറി. വായ്ക്കുരവുകളും ദേവസ്തുതികളും വാദ്യഘോഷങ്ങളും ഭക്തിസാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ നടന്ന കൊടിയേറ്റിന് 100 കണക്കിന് വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചു. കൊടിയേറ്റിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് N. ഉണ്ണികൃഷ്ണൻ ആദ്യ നിറപ്പറ സമർപ്പിച്ചു. തുടർന്ന് കൊടിയേറ്റ് സദ്യ, ഭജന എന്നിവയും നടന്നു. ദേവസ്വം പ്രസിഡന്റ് N. ഉണ്ണികൃഷ്ണൻ, ദേവസ്വം സെക്രട്ടറി വേണുഗോപാൽ, ദേവസ്വം ട്രഷറർ N. രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 21 വരെ ദിവസവും രാവിലെ വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി, പഞ്ചഗവ്യ കലശങ്ങൾ, വൈകിട്ട് ഭജന എന്നിവ ഉണ്ടാകും. 22-ന് രാവിലെ വിശേഷാൽ പൂജ, 9-ന് ആറാട്ടിന് പുറപ്പാട്, 1-ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, തിരിച്ചെഴുന്നള്ളത്ത്, വലിയ കാണിക്ക എന്നിവ നടക്കും. ടൈനൂസ് മുഹമ്മദ്. തണ്ണീർമുക്കം ചാലിനാരായണപുരം ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. 50ാമത് ഭാഗവത സപ്താഹയജ്ഞമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ദീപപ്രകാശന ചടങ്ങിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഡിസംബർ 22-ന് സമാപിക്കും. ഭദ്രദീപ പ്രകാശനം ഡോക്ടർ S. ദിലീപ് കുമാർ ശിവകൃപ നിർവഹിച്ചു. നിറപറ സമർപ്പണം ഉപദേശക സമിതി പ്രസിഡന്റ് E.D. മഹിധരനും നിർവഹിച്ചു. ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞവും വിശേഷാൽ പൂജകളും സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായി നടക്കും. യജ്ഞാചാര്യൻ ജഗന്നാഥ ശർമ്മ പുലിമുഖം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വാഴ്ച നരസിംഹ അവതാരവും, ബുധനാഴ്ച ശ്രീകൃഷ്ണ അവതാരവും, വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരവും, ശനിയാഴ്ച കുചേല സദ്ഗതിയും, ഞായറാഴ്ച ഭാഗവത പാരായണ സമാപനവും. ഉപദേശക സമിതി പ്രസിഡന്റ് E.D. മഹിധരൻ, വൈസ് പ്രസിഡന്റ് സജീവ് S. തണ്ണീർമുക്കം ശിവശങ്കരൻ, ശശിധരൻ S. അറയ്ക്കൽ, ഷാജി മോൻ, പ്രസാദ് പേരച്ചിറ, ജയാമണി ടീച്ചർ, ബിനു, ദിൽജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ചേർത്തല മൂർത്തിങ്കൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിനിർഭരമായ സമാപനം. അപവൃത സ്നാനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ചേർത്തല മൂർത്തിങ്കൽ ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ 29ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം
അവബോധ സ്നാനത്തോടെ സമാപിച്ചു. ലക്ഷ്മി നാരായണമൂർത്തികൾ ഒരേ പീഠത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂർത്തിങ്കൽ ക്ഷേത്രം. കഴിഞ്ഞ ഒരാഴ്ചയായി ക്ഷേത്രത്തിൽ നടന്നുവന്ന യജ്ഞത്തിൽ നിരവധി ഭക്തരാണ് പങ്കുകൊണ്ടത്. ക്ഷേത്രത്തിൽ യജ്ഞ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾ പുല്ലയിലില്ലം ശ്രീകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മകത്വത്തിലാണ് നടന്നത്. ക്ഷേത്ര മേൽശാന്തി വൈശാഖ പട്ടണക്കാട്, യജ്ഞാചാര്യൻ കിരീക്കാട് രാജു നാരായണൻ, ഇഞ്ചക്കാട് രാജീവ്, നൂറിനാട് സുരേന്ദ്രൻ തുടങ്ങിയവർ യജ്ഞത്തിന് നേതൃത്വം നൽകി. ടൈ ന്യൂസ്, ചേർത്തല. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഗ്രഹനാഥനെ വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ചേർത്തല കോര്യമ്പള്ളി സ്വദേശി രമേശനെയാണ് വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. ചേർത്തല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേർത്തല നഗരസഭ 21-ാം വാർഡിൽ കോര്യമ്പള്ളി കളത്തിൽ 62 വയസ്സുള്ള രമേശനെയാണ് വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. ചെത്തുതൊഴിലാളിയായിരുന്ന രമേശൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. 2 ദിവസമായി രമേശനെ കാണാനില്ലായിരുന്നു. ഇതിനിടെയാണ് വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ഭാര്യയും മക്കളും പാലക്കാടാണ് താമസം. ചേർത്തല പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തലയിൽ വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥികളടക്കം 25ഓളം പേർക്ക് പരിക്ക്. ചേർത്തല വയലാർ കൊല്ലപ്പള്ളിയിലാണ് അപകടം. ആരുടെയും നില ഗുരുതരമല്ല. പ്രസിദ്ധമായ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ഡിസംബർ 19 കൊടികയറും. വ്യാഴാഴ്ച വൈകുന്നേരം 7-നും 7:30-നും മധ്യയാണ് കൊടിയേറ്റ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. മദ്യപാനാസക്തി ഗാർഹിക അന്തരീക്ഷത്തെ സങ്കീർണമാക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കുടുംബങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നുവെന്നും സതീദേവി. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം പുന്നപ്രയിൽ സമാപിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് ക്ഷീരസംഗമം ഒരുക്കിയത്. എച്ച് സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർത്തല തുറവൂരിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. പുത്തൻചന്ത കേന്ദ്രീകരിച്ച് അടിപ്പാത വേണമെന്നാണ് ആവശ്യം അംഗീകരിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നും മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.